നമസ്കാരം. ഭസ്മാസുരന് വരം കൊടുത്ത പോലെയായി അസം BJPയുടെ കാര്യം. അധികാരത്തിൽ വരാൻ ഏറ്റവും അധികം ആശ്രയിച്ച ദേശീയ പൗരത്വ രജിസ്റ്റർ തന്നെ ഇപ്പോൾ തിരിഞ്ഞുകൊത്തുന്നതിലെ പങ്കപ്പാടിലാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് ശർമ്മ. NRC മുന്നിൽ വെച്ച് വർഗീയത ഊതിക്കത്തിച്ച് വോട്ട് പെട്ടിയിലാക്കി ഹിമന്ത ഒടുവിൽ പുറത്തു വന്ന രജിസ്റ്ററിനെ പഴിച്ച് കാലം കഴിക്കുകയാണിപ്പോൾ. സംസ്ഥാനത്തിൻ്റെ ദേശീയ പൗരത്വ രജിസ്റ്ററിൽ സമഗ്രമായ അവലോകനം ആവശ്യമാണെന്നാണ് ഇപ്പോൾ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് ശർമ്മ പറയുന്നത്. 19 ലക്ഷത്തിലധികം പേർ പൗരത്വത്തിൽ നിന്നും പുറത്തുപോയ രജിസ്റ്ററിൽ 13 ലക്ഷത്തോളം ഹിന്ദു പേരുകളും ഗൂർഖകളുടെ പേരുകളുമാണെന്നതാണ് NRC പുതുക്കി പണിയണമെന്ന ആവശ്യം മുന്നിൽ വയ്ക്കാൻ കാരണമെന്നതാണ് തമാശ. പൗരത്വ രേഖകളില്ലാതെ അസമിൽ കഴിയുന്നവരിൽ ഒട്ടുമുക്കാലും മുസ്ലിങ്ങളാണെന്നും അവരെ മുഴുവൻ തങ്ങൾ അധികാരത്തിലെത്തിയാൽ പുറത്താക്കുമെന്നും പറഞ്ഞ് അധികാരത്തിൽ വന്ന BJPക്ക് 2019 വന്ന രജിസ്റ്ററിലെ യഥാർത്ഥ കണക്കുകളാണ് പുലിവാലായത്. NRC പുറത്തുവിട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളെ ഉടൻ തന്നെ RSS ദേശീയ നേതൃത്വം തള്ളിയെങ്കിലും സുപ്രീം കോടതി നേരിട്ടിടപെട്ട് തയ്യാറാക്കിയ രജിസ്റ്റർ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ രജിസ്റ്റർ അംഗീകരിച്ചാൽ 19 ലക്ഷത്തിലധികം അസം സ്വദേശികൾ വിദേശികൾക്കായുള്ള നിയമത്തിന് കീഴിൽ വരുമെന്ന കാരണത്താലാണ് 1600 കോടി രൂപ മുടക്കി തയ്യാറാക്കിയ രജിസ്റ്ററിൽ പുനരവലോകനം വേണം എന്ന ആവശ്യം BJP ഇപ്പോൾ ഉന്നയിക്കുന്നത്. NRCയെക്കുറിച്ചുള്ള ആശങ്കകളെ അഭിസംബോധന ചെയ്ത ഹിമന്ത ശർമ്മ പറഞ്ഞത് NRC വീണ്ടും ചെയ്യണമെന്ന് അസമിലുടനീളം ആവശ്യമുണ്ട് എന്നും കഴിഞ്ഞ NRCയിൽ ഞങ്ങൾക്ക് അത് ശരിയായി ചെയ്യാൻ കഴിയാത്ത വണ്ണം വിവിധ ഘടകങ്ങൾ ഉണ്ടായിരുന്നു എന്നുമാണ്. ഈ ആവശ്യമുന്നയിച്ച് ഒരു പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതിയിൽ തീർപ്പ് കൽപ്പിക്കാതെ കിടക്കുമ്പോഴാണ് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. പോരായ്മകൾ പരിഹരിച്ച് കൃത്യത ഉറപ്പാക്കാൻ അവലോകന നടപടി അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ടൊന്നും വന്ന NRCക്ക് മാറ്റം വരില്ലെന്നും എല്ലാവർക്കും അറിയാം. അതിന് സുപ്രീം കോടതി തന്നെ തയ്യാറാകണം. അതിനുവേണ്ടി ആശങ്കാജനകമായ പ്രത്യേക മേഖലകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ ഹിമന്ത പറയുന്നത്. ഞങ്ങൾ പരിമിതമായ അതിർത്തി അവലോകനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അസമിൽ 10%, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ 20%. കടുത്ത വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ അസം മുഖ്യൻ്റെ നിലപാട്. NRCയുടെ സങ്കീർണത അംഗീകരിച്ചുകൊണ്ട് വെല്ലുവിളികളെ വിജയകരമായി അഭിമുഖീകരിക്കാനുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധത ജനങ്ങൾക്ക് മുന്നിൽ ശർമ്മ ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും ആവശ്യമെങ്കിൽ പുനരവലോകന പ്രക്രിയയിൽ ഉണ്ടായേക്കാവുന്ന ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് പറയാനേ അദ്ദേഹത്തിന് കഴിയൂ എന്നതാണ് നില. പാർലമെൻറ്റ് പാസാക്കി 4 കൊല്ലം കഴിഞ്ഞിട്ടും നടപ്പിലാക്കാൻ ആവശ്യമായ ചട്ടങ്ങൾ തയ്യാറാക്കാൻ കഴിയാതെ കോൾഡ് സ്റ്റോറേജിൽ കിടക്കുന്ന പൗരത്വ ഭേദഗതി നിയമം തന്നെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൽ വിശ്രമിക്കുമ്പോൾ BJP പറയുന്നതൊന്നും നടക്കാൻ പോണില്ലെന്ന് സാധാരണ ആസാമികൾ മനസ്സിലാക്കാതിരിക്കാനാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് ശർമ്മ കണ്ണിൽ പൊടിയിടുന്ന പ്രയോഗവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു കോഴി കൂവിയത് കൊണ്ട് മാത്രം നേരം വെളുക്കില്ലെന്ന് ആസാമികൾ തിരിച്ചറിയുന്നതുവരെ ഹിമന്തയ്ക്ക് സ്വന്തം അഭ്യാസം തുടരാമെന്ന് മാത്രം.